കാട്ടിലുള്ള കരടിയും പുലിയും ഒക്കെ ഇപ്പോ യഥേഷ്ടം നാട്ടിലിറങ്ങി നടക്കുന്ന കാഴ്ച പതിവാണ്. ഇതാ ഇവിടെയും ഒരു കരടി ഇറങ്ങിയിരിക്കുന്നു. ഇതാ ഫോറസ്റ്റ് ഗാർഡല്ലേ? ഇയാൾക്കെന്താ ഭ്രാന്തായ? പട്ടാപ്പകല് തോക്കൊക്കെ ഇട്ട് ആളെ പിടിപ്പിക്കാൻ. അയ്യോ, 3 ടയറുള്ളല്ലോ, ഒരു ടയറോടെ പോയി. ഓ, ഓട്ടോറിക്ഷയാണല്ലോ. സാറെന്താ ഈ ആളിങ്ങനെ പേടിപ്പിക്കുന്നത്? പേടിപ്പിച്ചത് ഞാനാണോ? നീയല്ലേ? എടാ, ഇപ്പൊ ഇതുവഴി അങ്ങനെ ഒരു കരടി വന്നോ? കരടിയോ കൊരങ്ങോ? കൊരങ്ങാണെങ്കിൽ ഇപ്പൊ എന്റെ മുമ്പിലുണ്ട്. എവിടെ എവിടെ കുരങ്ങ്? ഊതരുത്, ഞാൻ പറന്നു പോവും. അല്ല, സാറെന്താ ഈ തോക്കും കൊണ്ട് നിന്ന് വിറയ്ക്കുന്നത്? ദേഷ്യം കൊണ്ട്. ഇന്ന് സർക്കസിൽ നിന്ന് ഒരു ചരടി കാടി. അല്ല, ഒരു കരടി ചാടി. ആള് അപകടകാരിയാ. ഇപ്പൊ തന്നെ 2 പേരെ വലിച്ചു കീറി കൊന്നു കഴിഞ്ഞു. ഇനി അവനെ എവിടെ കണ്ടാലും വെടിവെക്കാനാ കളക്ടറുടെ ഓർഡർ. ഇപ്പൊ എന്റെ അച്ഛൻ ഉണ്ടാവണായിരുന്നു. തുമ്പിയെ പിടിക്കും പോലെ പിടിച്ചാനില്ല എന്റെ അച്ഛൻ കരടിയെ. എന്താ നിന്റെ അച്ഛൻ കരടി പിടുത്തക്കാരനാ? കരടിയോ? അതൊക്കെ അച്ഛന് നിസാരം. മെയിൻ ഐറ്റം പുലിയാണ് സാറേ. പുലിയോ? ആ, അച്ഛൻ പണ്ട് മിലിറ്ററിയിലായിരുന്നു. ഒരു ഓഫീസറുടെ ഭാര്യയ്ക്ക് പുലിനഖം വേണോന്ന് പറഞ്ഞപ്പോ പുലിയുടെ നഖം പറിക്കാൻ ഒറ്റയ്ക്ക് പുലിമട കയറിയ ആളാ എന്റെ അച്ഛൻ. ഒറ്റയ്ക്ക് പുലിമട കയറിയോ? പിന്നെ എന്നും പറഞ്ഞു ഒറ്റ കേരളായിരുന്നു അച്ഛൻ. എന്നിട്ട് പുലിനഖം കിട്ടിയോ? പിന്നെ കിട്ടി. പുലിയുടെ അല്ല, അച്ഛന്റെ നഖം. പക്ഷെ 4 ദിവസം തപ്പണ്ടി വന്നു. അയ്യോ, അതെന്ത് പറ്റി? ബാക്കിയെല്ലാം പുലി തിന്ന്. ആ, അതാ പറയുന്നത്, ഗതി കെട്ടാ പുലി പുല്ലും തിന്നു. ആക്കല്ലേ ആക്കല്ലേ, മരിച്ചുപോയ എന്റെ അച്ഛനെ ആക്കല്ലേ. ശരി ശരി, ഞാനൊന്ന് കറങ്ങി അന്വേഷിച്ചിട്ട് വരാം. അതിനിടയ്ക്ക് പുലി എങ്ങാനും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇതുവഴി എങ്ങാനും വന്നാ ആ നിമിഷം നീ എന്നെ അറിയിക്കണം. ഞാൻ വേറെ വഴിക്ക് പൊക്കോളാം. ഓക്കേ? ബെസ്റ്റ്. ഇങ്ങനത്തെ 4 ഗാർഡുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെട്ടു. ഈ വരുന്നാണോ ഇനി കരടി? കരടി എന്റെ വാപ്പ. അയ്യോ, മനുഷ്യൻ. ഇയാളെന്താ മുട്ടിനാടിനെ കൊണ്ട് വരണേ? കരടിക്ക് കൊടുക്കാനാ? കരടിക്ക് കൊടുക്കാനോ? ഏത് കരടി? എടോ, ഇവിടെ ഒരു കരടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു താൻ അതിന് തീറ്റ കൊടുക്കാനാ മുട്ടനാടിനെ കൊണ്ട് വരണേന്ന്. ഇത് കരടിക്ക് തീറ്റ കൊടുക്കാനൊന്നല്ല, വിൽക്കാനുള്ളതാ. പാവം. എന്തിനാടോ താൻ ഇതിന് വിൽക്കണേ? പിന്നെ വിൽക്കാണ്ട് നമ്മളെങ്ങനെ ജീവിക്കും? തനിക്ക് വല്ല പണിയും ചെയ്ത് ജീവിച്ചൂടെ? ഇയാളെന്താണ് പറയണേ? ഇതന്നെയല്ലോ നമ്മളെ പണി, ആട് കച്ചവടം. ഓ, അപ്പൊ താനൊരു ആട് കച്ചവടക്കാരനാ? എന്താ, നമ്മളെ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലേ? അല്ല, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് എപ്പോഴത്തെ കണ്ടുണ്ടല്ലോ? ഏയ്, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. ഇല്ലേ? അപ്പൊ പിന്നെ ഞാൻ ഇതിനു മുമ്പ് ആരെ കണ്ടത്? നിങ്ങളുടെ പേര് അന്തർമാനല്ലേ? ഞാൻ അന്തർമാനും ഗിന്തർമാനും ഒന്നല്ല. അയ്യോ, ഞാൻ കണ്ട ആള് അന്തർമാനല്ലായിരുന്നു. അപ്പൊ നമ്മൾ തമ്മിൽ തന്നെയാ കണ്ടേക്കണത്. ഇങ്ങനെ കാല് തെറ്റിയാണ് മാഷേ. എന്റെ പേര് കായിന്ന. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ ഓർമ്മ വന്നു. കായി എന്ന് പറഞ്ഞപ്പോ ഓർമ്മ വന്നു. ഇതിനു മുമ്പല്ല നമ്മൾ തമ്മിൽ കണ്ടിരിക്കുന്നത്, ഇതിന് ശേഷം. ഇതിന് ശേഷമുള്ള ഒരു ദിവസം നമ്മൾ തമ്മിൽ കണ്ടിരിക്കുന്നത്. ഇതിന് ശേഷമുള്ള ദിവസം? അതെങ്ങനെയാ? ഇതിന് ശേഷമുള്ള ദിവസം ഇനി വരാൻ പോകുന്നല്ലേ ഉള്ളൂ. അതെന്താ, വരാൻ പോകുന്ന ഒരു ദിവസം അതിനു മുമ്പേ വരാൻ പാടില്ലേ? അതെങ്ങനെയാ മുമ്പ് വരുന്നത്? അത് പുറകല്ലേ വരുള്ളൂ എന്നാര് പറഞ്ഞു? ഇതേതാ മാസം? ഡിസംബർ. ആണോ? ഡിസംബറിലെ ലാസ്റ്റ് ദിവസം ഏതാ? ഡിസംബർ 31. അത് കഴിഞ്ഞ് വരേണ്ട ദിവസം ജനുവരി 1 അല്ലേ? അതെ. അത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ. എടോ, ഡിസംബർ 31 കഴിഞ്ഞിട്ടല്ലേ ജനുവരി 1 വരാൻ പാടുള്ളൂ. പക്ഷെ ജനുവരി 1 ഇക്കൊല്ലം തുടങ്ങുമ്പോഴേ വന്നില്ലേ? പടച്ചോനെ, ആകെപ്പാടെ കൺഫ്യൂഷൻ ആയല്ലോ. എടോ, കൺഫ്യൂഷൻ ആകുന്നത് വേറൊന്നുമല്ല. പഠിക്കാൻ പള്ളിക്കൂടത്തിൽ വിട്ടാൽ പഠിക്കണം, അല്ലാണ്ട് ആടിനെ മേച്ചെടുത്തിട്ട് ഒരു കാര്യമില്ല. സോറി, ഞാൻ കണക്കിന് കുറച്ച് പുറകോട്ടായിരുന്നു. ഇത് കണക്കല്ല, സയൻസ് ആണ്. സയൻസോ? വെറുതെ അല്ലേ നമ്മളിതൊന്നും അറിയാതെ പോയത്. നമ്മൾ പഠിക്കുന്ന കാലത്ത് സയൻസ് ഒന്നും ഇല്ല. സയൻസ് ഇല്ലേ? സയൻസ് ഇല്ലാത്ത സ്കൂളില്ലല്ലോ. സയൻസ് ഉണ്ടായിരുന്നു, പക്ഷെ പഠിപ്പിക്കലൊക്കെ കണക്ക് തന്നെ. അപ്പൊ താൻ കണക്ക് ശരിക്കും പഠിച്ചാണ് അല്ലേ? എവിടെ? നമ്മളെ സാറ് പോലും നമ്മളെ കണക്ക് പഠിപ്പിക്കാൻ നോക്കിയിട്ട് ഒടുക്കം നമ്മളെ മുമ്പിൽ മുട്ടുകുത്തി. എന്നിട്ട് ഒടുക്കം 100ന്റെ കെട്ടെടുത്ത് എന്റെ നേരെ ഒരൊച്ചയേറ. 100ന്റെ കെട്ട?
അതെ, അതാണ് സാറിന് കൈ കിട്ടിയത്. അപ്പൊ താനതെടുത്തോണ്ട് ഓടിക്കാണും. ഓടാനോ? എവിടെ ടൈം? നമ്മൾ തലച്ചി വീണില്ലേ? അതെന്താ, താൻ ഇതിനു മുമ്പ് 100 കെട്ട് കണ്ടിട്ടില്ലേ? പിന്നെ, പക്ഷെ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. മാത്രല്ല സ്ലേറ്റിന്റെ മൂല വന്നിട്ട് എന്റെ മൂക്കിന്റെ പാത്തിയിലാ കൊണ്ടതേ. സ്ലൈറ്റാ? 100 കെട്ടിലൂടെ സ്ലൈറ്റ്? 100 കെട്ട് എന്ന് പറഞ്ഞാൽ 100 ഉറുപ്പിയുടെ കെട്ടല്ല. എന്റെ കൂടെ പഠിക്കുന്ന 100 100 മുഹമ്മദ്, അവന്റെ പുസ്തക കെട്ടെടുത്തെറിഞ്ഞതാ. അപ്പൊ അതോടെ താ പഠിപ്പ് നിർത്തിയല്ലേ? പഠിപ്പ് നിർത്തി അതുകൊണ്ടൊന്നല്ല. എന്റെ കൂടെ പഠിച്ച ഗോവിന്ദൻകുട്ടി മാഷക്ക് നമ്മളെ സ്കൂളിൽ തന്നെ ഹെഡ്മാസ്റ്റർ ജോലി കിട്ടി. അപ്പൊ തനിക്ക് നാണക്കേടായി പഠിപ്പ് നിർത്തി? അല്ലാന്ന്, പുള്ളി റിട്ടയർ ചെയ്ത്. പിന്നെ ഞമ്മക്ക് നാണക്കേടായി നമ്മള് പഠിപ്പ് നിർത്തി. പിന്നെ നമുക്ക് രണ്ടാൾക്ക് ഒന്നിച്ചായിരുന്നു സെൻഡ് ഓഫ്. അപ്പൊ ഇതിന്റെ ഇടയിലെ കല്യാണം ഒന്നും കഴിച്ചില്ലേ? പിന്നെ കഴിക്കാണ്ട് 8 പഠിക്കുമ്പോഴേ നമ്മളെ കല്യാണം. 8 പഠിക്കുമ്പോഴാ? അത് രണ്ടാമത്തെ. ഫസ്റ്റിലത്തെ 6ാം ക്ലാസ് തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇത്ര ചെറുപ്പത്തില് 2 കല്യാണം കഴിച്ചാ? ചെറുപ്പത്തിലോ? അന്നും നമുക്ക് നല്ല പ്രായമുണ്ട്. 10-25 വയസ്സ് കാണും. 25 വയസ്സിൽ 6ാം ക്ലാസ്സിലാ? അതെ, ഈ ഓൾ പ്രൊമോഷനിലൊന്നും വന്നതല്ല. ഓരോ ക്ലാസ്സിലും 4 കൊല്ലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് തന്നെ പോകുന്നത്. പിന്നെ നമ്മൾ സ്കൂൾ പോയില്ലെങ്കിലും ഇവിടുത്തെ 3-4 സ്കൂളിലേക്ക് പിള്ളേരെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിള്ളേരെ സപ്ലൈ ഉണ്ടെന്ന്? നമ്മളെ കുട്ടികൾ തന്നെ 10-12 ഉണ്ട്. ഒരു 5-6 മദർസയിലും. മദ്രാസിലാ? അല്ല, ഇപ്പോഴും 2 പേര് കൂടി ഉണ്ടോ? ഇല്ല, ആദ്യത്തോളം ബന്ധം നമ്മളൊരു വാക്കത്തോണ്ട് തീർത്ത്. അയ്യോ, വാക്കത്തോട് തീർത്താ? അതെന്തിന്? അവളെ മുറിയുന്ന് നമ്മൾ അവളൊരു കള്ളക്കാമുകനെ പിടിച്ച്. ആള് വേറെ ആളല്ല, നമ്മളെ ഫ്രണ്ട് തന്നെ ആയിരുന്നു. ഫ്രണ്ട് ആണെങ്കിൽ കൊല്ലണ്ടോ അവനെ? കൊല്ലാൻ നമ്മൾ ഒരുങ്ങിയതാണ്. അപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തി. എന്തെന്നും പറഞ്ഞേ? ഇങ്ങനെ കൊല്ലാൻ തുടങ്ങിയാൽ നിങ്ങളെ കൂട്ടുകാർ ഒറ്റ ഒന്നും ബാക്കി ഉണ്ടാവില്ലാന്ന്. എന്നിട്ട് എന്താവാൻ, നമ്മള് വാക്കത്തോണ്ട് ഒറ്റ വെട്ടി വെച്ചു കൊടുത്തു. അവള് വാക്കത്തെടുത്ത് എന്നെ വെട്ടി രക്ഷപ്പെട്ടു. അപ്പൊ തന്റെ വെട്ട് അവർക്ക് കൊണ്ടില്ലേ? പിന്നെ കൊള്ളാണ്ട്. പക്ഷെ വാക്കത്തെയാണെന്ന് കരുതി നമ്മളെടുത്തത് മാറിപ്പോയി. വിഷറിയായിരുന്നു. ബെസ്റ്റ്. Good morning. Actually, I'm first time in Kerala and I have no idea about this location. Would you please tell me where's Prudential ICICI branch office? Oh, hello. Allah. Would you please tell me where's Prudential ICICI branch office? नहीं नहीं. Oh, आपको हिंदी मालूम? अल्लाह, पर हिंदी आए. मेरा नाम शालिनी अग्रवाल. मैं प्रूडेंशियल ICICI में काम करती हूँ. मेरा ऑफिस आसपास है. आपके मालूम है क्या? नहीं 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 मालूम. ओह, ऑफिस नहीं मालूम? एक्सक्यूज मी. ओह, आपको मालूम है क्या किधर है हमारा ब्रांच ऑफिस? हिंदी नहीं जानता? தமிழ் தமிழ் தெரியுமா? என்னோட ஆபீஸ் இங்கதான் ஐசிஐசிஐ பிரெடென்ஷியல் பேங்க் கிட்ட இருக்கு. உங்களுக்கு தெரியுமா? I'm sorry. I'm really sorry. I'm very sorry. Okay. Bye. Bye.